ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ സെഷൻ. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രം മോഡ്യൂൾ 3 പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് n വേർഡ്സ് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ലെങ്ത് ആൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച് വേർഡ് ഈസ് ഓൾസോ ടു ബി ഡിസ്പ്ലേഡ്. ഇപ്പോൾ n വേർഡ്സ് അക്സെപ്റ്റ് ചെയ്യുക, ഇൻക്രീസിങ് ഓർഡറിൽ, അതായത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക, ദെൻ ഓരോ വേർഡും ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് കൂടി ഡിസ്പ്ലേ ചെയ്യണം. സോ നമുക്ക് പ്രോഗ്രാം എഴുതാം. ആദ്യമേ തന്നെ നമ്പർ ഓഫ് വേർഡ്സ് അക്സെപ്റ്റ് ചെയ്യണം. ഒരു വേരിയബിൾ കൊടുക്കാം, n ഈക്വൽ ടു ഇൻറ്റീജർ ഓഫ് ഇൻപുട്ട് എൻ്റർ ദ നമ്പർ ഓഫ് വേർഡ്സ്. നിങ്ങൾ കൊടുക്കുന്ന നമ്പർ 8 ആണെന്നുണ്ടെങ്കിൽ 8 വേർഡ്സ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. 1 by 1 ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ദെൻ ഒരു ലിസ്റ്റായിട്ട് അത് സേവ് ചെയ്യണം. സോ വേർഡ്സ് എന്ന് പറയുന്ന ഒരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇങ്ങനെ കൊടുക്കാം, വേർഡ്സ് ഈക്വൽ ടു an empty list. ഒരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ആൻഡ് ദ ലിസ്റ്റ് നെയിം ഈസ് വേർഡ്സ്. അപ്പോൾ ഓരോ വേർഡും അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ലിസ്റ്റിൽ അപ്പൻഡ് ചെയ്ത് പോകും. n വേർഡ്സ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലൂപ്പ് കൊടുക്കാം. ഫോർ വേരിയബിൾ i ഇൻ റേഞ്ച്, ദെൻ 1 by 1 ആയിട്ട് ഓരോ വേർഡും അക്സെപ്റ്റ് ചെയ്യാം. അതിനിങ്ങനെ കൊടുക്കാം, ഒരു വേരിയബിൾ കൊടുത്തു, അതിന് വേർഡ് എന്നാണ് കൊടുത്തത്. മാറിപ്പോരുത്, വേർഡ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആയിരുന്നു. വേർഡ്സിൽ 1 by 1 ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് മറ്റൊരു വേരിയബിൾ കൊടുത്തു, വേർഡ്. വേർഡ് ഈക്വൽ ടു ഇൻപുട്ട് ഫംഗ്ഷൻ, പ്രോംപ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം, എൻ്റർ വേർഡ്. ദെൻ ഓരോ വേർഡും അക്സെപ്റ്റ് ചെയ്യും. അത് ഈ ഒരു വേരിയബിളിലാണ് ഉണ്ടാവുക, വേർഡ്. വേർഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിനിങ്ങനെ കൊടുക്കാം, ലിസ്റ്റ് നെയിം, അതായത് വേർഡ്സ്, വേർഡ്സ് ഡോട്ട് അപ്പൻഡ് ഫംഗ്ഷൻ, അപ്പൻഡ്. ആർഗ്യുമെൻ്റ് ആയിട്ട് എന്ത് കൊടുക്കാം? നിങ്ങൾ കൊടുത്ത വേർഡ് ഏത് വേരിയബിളിലാണ്? വേർഡ് എന്ന് പറയുന്ന വേരിയബിളിലാണ്. സോ ആ ഒരു വേരിയബിൾ കൊടുക്കാം, വേർഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്യും. അപ് ടു n-1 ടൈംസ് അത് വർക്ക് ചെയ്യും. ഫ്രം 0 to n-1 ആക്ച്വലി n വേർഡ്സ് അക്സെപ്റ്റ് ചെയ്യും. വേർഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലാണ് സേവ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, n വേർഡ്സ് അക്സെപ്റ്റ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? അത് സോർട്ട് ചെയ്യണം. അപ്പോൾ സോർട്ട് ചെയ്യാനായിട്ട് ഫംഗ്ഷൻ ഉണ്ട്, സോർട്ട്. നമുക്കിങ്ങനെ കൊടുക്കാം, വേർഡ്സ് ഡോട്ട് സോർട്ട്. ജസ്റ്റ് സോർട്ട് എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വേർഡ്സിൻ്റെയും ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും അത് സോർട്ട് ചെയ്യുക. നമുക്ക് അങ്ങനെയല്ല സോർട്ട് ചെയ്യാനുള്ളത്, ലെങ്തിൻ്റെ ബേസിലാണ് സോർട്ട് ചെയ്യാനുള്ളത്. ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനനുസരിച്ച് സോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കണം, കീ ഈക്വൽ ടു len, ലെങ്ത്. ഓക്കെ, അതിൻ്റെ മീനിങ് ഇതാണ്. വേർഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലുള്ള എലമെൻറ്റ്സ് സോർട്ട് ചെയ്യും. എന്തിനനുസരിച്ച്? ലെങ്തിൻ്റെ ബേസിൽ സോർട്ട് ചെയ്യും. അപ്പോൾ അവിടെ സോർട്ട് ചെയ്യും, വേർഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ തന്നെ സോർട്ട് ചെയ്ത് സേവ് ചെയ്യും. പിന്നെ ഇത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് പ്രിൻറ്റ് വേർഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്യും. ആ ഒരു എൻ്റയർ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യും. ബട്ട് എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഓരോ വേർഡും പ്രിൻറ്റ് ചെയ്യണം. ആ ഒരു വേർഡിനൊപ്പം എന്തും പ്രിൻറ്റ് ചെയ്യണം? ലെങ്തും പ്രിൻറ്റ് ചെയ്യണം. സോ വേർഡ് ബൈ വേർഡായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ ഒരു ഫോർ ലൂപ്പ് കൊടുക്കാം. ഫോർ വേരിയബിൾ വേർഡ് ഇൻ ലിസ്റ്റ്. നമ്മുടെ ലിസ്റ്റ് ഏതാണ്? വേർഡ്സ്. ദെൻ പ്രിൻറ്റ് ചെയ്യാം, പ്രിൻറ്റ് ഫോർമാറ്റഡ് സ്ട്രിംഗ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യാം. വളരെ മീനിങ് ഫുൾ ആയിട്ട് കൊടുക്കാം. എഫ് വിത്തിൻ കോട്ട്സ് വേരിയബിൾ വേർഡ്. ഇപ്പോൾ വേർഡ്സിലെ ഓരോ എലമെൻറ്റും പ്രിൻറ്റ് ചെയ്യുകയാണ്. ഓരോ എലമെൻ്റ് എന്ന് പറയുന്ന പർട്ടിക്കുലർ വേർഡ് ആയിരിക്കും, കോമ. ഇനി ലെങ്ത് കൂടി പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, ലെങ്ത് ഈക്വൽ ടു, ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? len ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വിത്തിൻ കർലി ബ്രേസസ് len ഫംഗ്ഷൻ ലെങ്ത് ഓഫ് വേർഡ്. ഓക്കെ, അപ്പം അതിൻ്റെ മീനിങ് എന്താണ്? വേർഡ്സിലുള്ള ഓരോ എലമെൻറ്റും പിക്ക് ചെയ്യും, അതായത് പർട്ടിക്കുലർ വേർഡ് പിക്ക് ചെയ്യും, ആ വേർഡ് പ്രിൻറ്റ് ചെയ്യും, അതിനോടൊപ്പം തന്നെ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യും, ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ,
നമുക്കിത് റൺ ചെയ്ത് നോക്കാം. എൻ്റെ ദ നമ്പർ ഓഫ് വേർഡ്സ് ഞാൻ 3 എന്ന് കൊടുത്തു. ഓരോ വേർഡായിട്ട് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് വേർഡ്, ഇപ്പോൾ എൻ്റർ വേർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വേർഡ് കൊടുത്തു, ദെൻ സെക്കൻഡ് വേർഡ് ആൻഡ് തേർഡ് വേർഡ്. കണ്ടോ, അത് സോർട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും പ്രിൻ്റ് ചെയ്യുമ്പോൾ ഓരോ വേർഡും പ്രിൻ്റ് ചെയ്തു, ദെൻ അതിനനുസരിച്ചുള്ള ലെങ്തും കാൽക്കുലേറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് ചോദിക്കാം. അതായത് എൻ്റെ സൈസ് 3 ആണെന്നുണ്ടെങ്കിൽ എൻ്റർ വേർഡിന് പകരം എൻ്റർ ഫസ്റ്റ് വേർഡ് അല്ലെങ്കിൽ എൻ്റർ വേർഡ് 1, സെക്കൻഡ് വേർഡ് ആസ്ക് ചെയ്യുമ്പോൾ എൻ്റർ വേർഡ് 2, ദെൻ തേർഡ് വേർഡ് എൻ്റർ വേർഡ് 3. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റർ വേർഡ്, ദെൻ വേരിയബിൾ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം i+1. ഇപ്പോൾ ഫസ്റ്റ് വേർഡ് വരുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ 0 ആയിരിക്കും. ഇൻഡെക്സ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഫസ്റ്റ് വേർഡ് എൻ്റർ ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുക്കണം i+1. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ 0 വരുമ്പോൾ എൻ്റർ വേർഡ് 1, ഫസ്റ്റ് വേർഡ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. ഐയുടെ വാല്യൂ 1 വരുമ്പോൾ എൻ്റർ വേർഡ് 2, സെക്കൻഡ് വേർഡ് ആസ്ക് ചെയ്യും. സോ ഓൺ. ഇൻഡെക്സ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അവിടെ i+1 എന്ന് കൊടുത്തത്. ദെൻ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റെ വാല്യൂ 5 കൊടുക്കാം. കണ്ടോ, എൻ്റെ വേർഡ് 1 ഒരു വേർഡ് കൊടുക്കാം. ദെൻ എൻ്റെ വേർഡ് 2 നെക്സ്റ്റ് വേർഡ്, എൻ്റെ വേർഡ് 3 തേർഡ് വേർഡ്, ദെൻ ഫോർത്ത് വേർഡ് ആൻഡ് ഫിഫ്ത്ത് വേർഡ്. കണ്ടോ, സോർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ വേർഡും അതിൻ്റെ ലെങ്തും കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. സോ 6 മാർക്സിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ട്രിങ് ആൻഡ് ലിസ്റ്റ് ബേസിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചോദിക്കാം. പ്രാക്ടീസ് ചെയ്യുക. പാർട്ട് ബിയിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ആക്ച്വലി 3 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ വായിച്ചാൽ മനസ്സിലാകും. There are 500 bulbs numbered 1 to 500 arranged in a row. Initially they are all off. Starting with bulb 2, all even numbered bulbs are turned on. Next, starting with bulb 3 and visiting every third bulb, it is turned on if it is off, and it is turned off if it is on. This procedure is repeated for every fourth bulb, then every fifth bulb, and so on up to 500th bulb. Write an algorithm to determine which bulbs glow at the end of the above exercise. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? അവിടെ 500 ബൾബ്സ് ഉണ്ട്, ഒരു റോ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യലി എല്ലാ ബൾബ്സും ഓഫാണ്. ദെൻ സ്റ്റാർട്ടിങ് വിത്ത് ബൾബ് 2, ബൾബ് 2 എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ബൾബ് 2 ഓൺ ആക്കും. ദെൻ ഓൾ ഈവൻ നമ്പേർഡ് ബൾബ്സ് ആർ ടേൺഡ് ഓൺ. ഈവൻ നമ്പേർഡ് ബൾബ്സ് എന്ന് പറയുമ്പോൾ 2, 4, 4 + 2 6, 6 + 2 8, സോ ഓൺ. അങ്ങനെ വരുന്ന ബൾബ്സ് എല്ലാം തന്നെ ഓൺ ആക്കും. നെക്സ്റ്റ് വി വിൽ സ്റ്റാർട്ട് വിത്ത് ബൾബ് 3. ബൾബ് 3 ഓൺ ആക്കും. ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കും. ആൻഡ് ഇറ്റ് ഈസ് ടേൺഡ് ഓഫ് ഇഫ് ഇറ്റ് ഈസ് ഓൺ. ഓൾറെഡി ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കും. ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കും. ടോഗിൾ ചെയ്യാണ്. അപ്പോൾ തേർഡ് ബൾബ്, പിന്നെ നെക്സ്റ്റ് തേർഡ്, അതായത് 3 + 3 6 ബൾബ് ചെക്ക് ചെയ്യും. ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കും. ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കും. 3 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യാണ്. അപ്പോൾ തേർഡ് ബൾബ്, 6 ബൾബ്, ദെൻ 6 + 3 9th ബൾബ്, 9 + 3 12th ബൾബ്. അങ്ങനെ ചെക്ക് ചെയ്യും. ഓരോ ബൾബിൻ്റെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇതേമാതിരിയാണ് ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനെ ടോഗിൾ ചെയ്യും. ടോഗിൾ ചെയ്യുക മീൻസ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യും, ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യും. ഓക്കെ, അപ്പോൾ 3 സ്റ്റെപ്പ് വെച്ചുള്ള സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഇനി ഫോർത്ത് ബൾബിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സീക്വൻസ് എങ്ങനെയാണ് വരുന്നത്? ഫോർത്ത് ബൾബ് ചെക്ക് ചെയ്യും, അതിന് ടോഗിൾ ചെയ്യും. ദെൻ 4 + 4 8th ബൾബ് ചെക്ക് ചെയ്യും, അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനെ ടോഗിൾ ചെയ്യും. ദെൻ 8 + 4 12th ബൾബ് ചെക്ക് ചെയ്യും, അതിന് ടോഗിൾ ചെയ്യും. സോ ഓൺ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും?
ഫിഫ്ത്ത് ബൾബ് ചെക്ക് ചെയ്യും, അതിന് ടോഗിൾ ചെയ്യും. ദെൻ 5+5, ഇനി 5 വെച്ചായിരിക്കും ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുക. ആ ഒരു സീക്വൻസിൽ വരുന്ന ബൾബിൻ്റെ എല്ലാ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ടോഗിൾ ചെയ്യും, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ടോഗിൾ ചെയ്യും. ആ ഒരു സീക്വൻസ് കഴിഞ്ഞാലോ 6ൽ സ്റ്റാർട്ട് ചെയ്യും, 6 ബൾബ് ചെക്ക് ചെയ്യും, 6+6 12th ബൾബ് ചെക്ക് ചെയ്യും, സോ ഓൺ. ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും ആൻഡ് സോ ഓൺ അപ് ടു ദ 500 ബൾബ്. ഇതിന് വേണ്ടുന്നൊരു അൽഗോരിതം പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ കുറച്ച് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങളത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് അൽഗോരിതം എഴുതണം. അപ്പോൾ അതിൻ്റെ അൽഗോരിതം ഒന്ന് ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് 1 എന്താണ്? ഇനിഷ്യലൈസ് ബൾബ്സ്. തുടക്കത്തിൽ 500 ബൾബ്സ് ഉണ്ട്. ഈ 500 ബൾബ്സ് എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. നമുക്ക് പ്രോഗ്രാം വൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇനിഷ്യലൈസ് ടു ഫോൾസ്. ഫോൾസ് എന്ന് പറയുന്ന ഓഫ്, ട്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആയിട്ട് എടുക്കാം. സോ ഇറ്റ് ഈസ് ഇനിഷ്യലൈസ് ടു ഫോൾസ്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഓൾ ബൾബ്സ് ആർ ഓഫ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണ്? ബൾബ്സ് എന്ന് പറയുന്ന ടോഗിൾ ചെയ്യണം. ടോഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഓരോ ബൾബിൻ്റെയും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യണം, ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യണം. ഓക്കെ, ട്രൂ ടു ഫോൾസ്, ഫോൾസ് ടു ട്രൂ. ടോഗിൾ ചെയ്യുക. ഓരോ ബൾബും ചെക്ക് ചെയ്യുന്ന ഒരു സീക്വൻസ് സ്പേസിലാണ്. അപ്പോൾ ഫോർ ഈച്ച് റൗണ്ട് ഐ, അതായത് ഫസ്റ്റ് വി വിൽ സ്റ്റാർട്ട് ഫ്രം 2, then 4, then 6, so on. അതിനുശേഷം തേർഡ് ബൾബ് സ്റ്റാർട്ട് ചെയ്യും, 3 + 3 6, 6 + 3 9, so on. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക. ടോഗിൾ ദ സ്റ്റേറ്റ് ഓഫ് എവറി ith ബൾബ്. ഐയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്തായിരിക്കും? 2. ദെൻ ചെക്ക് ചെയ്യേണ്ടത് ഇഫ് ദ ബൾബ് ഈസ് ഓഫ്, ടേൺ ഇറ്റ് ഓൺ. അതായത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആക്കുക. ദെൻ ഇഫ് ദ ബൾബ് ഈസ് ഓൺ, ടേൺ ഇറ്റ് ഓഫ്. ഇപ്പോൾ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആക്കുക, ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് ആക്കുക. ഇപ്പോൾ ഫോൾസ് എന്ന് പറയുന്ന ഓഫും ട്രൂ എന്ന് പറയുന്നത് ഓണും ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ദിസ് ടോഗിൾ ഒക്കേഴ്സ് ബൈ വിസിറ്റിംഗ് എവറി ith ബൾബ് സ്റ്റാർട്ടിംഗ് ഫ്രം ബൾബ് ഐ ആൻഡ് കണ്ടിന്യൂയിങ് ഇൻ സ്റ്റെപ്സ് ഓഫ് ഐ. ആ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഐയുടെ വാല്യൂ 2 വരുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് സൈസ് എന്താണ്? 2 തന്നെയായിരിക്കും. 2 + 2 4, 4 + 2 6, സോ ഓൺ. സോ ആ ഒരു സീക്വൻസ് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ എന്തായിട്ട് മാറും? 3 ആവും. അപ്പോൾ അവിടെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഐയുടെ വാല്യൂ തന്നെയായിരിക്കും സ്റ്റെപ്പ് സൈസ്. 3 + 3 6, 6 + 3 9, സോ ഓൺ. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എങ്ങനെ എഴുതിയത്? ദിസ് ടോഗിൾ ഒക്കേഴ്സ് ബൈ വിസിറ്റിംഗ് എവറി ith ബൾബ് സ്റ്റാർട്ടിംഗ് ഫ്രം ബൾബ് ഐ ആൻഡ് കണ്ടിന്യൂയിങ് ഇൻ സ്റ്റെപ്സ് ഓഫ് ഐ. ഓക്കെ, ഇത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാം. ഞാനൊരു സ്റ്റെപ്പ് അവിടെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ എഴുതാം. ദെൻ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ ടു ഡിറ്റർമിൻ വിച്ച് ബൾബ്സ് ഗ്ലോ അറ്റ് ദ എൻഡ് ഓഫ് ദ എബോവ് എക്സസൈസ്. സോ ലാസ്റ്റ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ ഗ്ലോയിങ് ബൾബ്സ്. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ റൗണ്ട്സ്, ആഫ്റ്റർ ഓൾ ദ ടോഗ്ലിംഗ് സ്റ്റെപ്സ്, ചെക്ക് വിച്ച് ബൾബ്സ് ആർ ഓൺ. ദറ്റ് ഈസ് ബൾബ്സ് ദാറ്റ് ഹാവ് ട്രൂ ആസ് ദ സ്റ്റേറ്റ്. ആ പറയുന്ന സീക്വൻസിലെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഇപ്പോഴും ഓണായിട്ടിരിക്കുന്ന ബൾബ്സിൻ്റെ സ്റ്റാറ്റസ് മാത്രം എടുക്കുക. ആ ബൾബ്സ് മാത്രമേ ഏതൊക്കെയാണോ അത് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ബട്ട് ഞാനവിടെ ഒരു പ്രോഗ്രാം കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അതൊന്ന് ചെക്ക് ചെയ്യാം. ഞാനൊന്ന് ഓടിച്ച് പറയാം. ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ഗ്ലോയിങ് ബൾബ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യലൈസ് ഓൾ ബൾബ്സ് ആസ് ഓഫ്. സോ അതിന് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബൾബ്സ് ഈക്വൽ ടു ലിസ്റ്റിൽ ഫോൾസ് ഇൻറ്റു 500. അതിൻ്റെ മീനിങ് എന്താണ്? ബൾബ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ 500 എലമെൻറ്റ്സ് ഉണ്ട്. ആ 500 എലമെൻറ്റ്സും എന്ത് തന്നെയാണ്? ഫോൾസ്. അപ്പോൾ ഇനിഷ്യലൈസ് ചെയ്തു. ഫൈനലി ഗ്ലോയിങ് ബൾബ്സ് മാത്രം പ്രിൻ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഗ്ലോയിങ് ബൾബ്സ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ടോഗിൾ ബൾബ്സ് അക്കോർഡിംഗ് ടു ദ ഗിവൺ പ്രൊസീജിയർ. നമ്മുടെ ഗിവൺ പ്രൊസീജിയർ എന്താണ്?
സെക്കൻഡ് ബൾബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ എല്ലാ ഈവൻ നമ്പേഴ്സും, അതായത് 2 + 2 4, 4 + 2 6, എല്ലാ ഈവൻ നമ്പേഴ്സിൽ വരുന്ന ബൾബ്സും ചെക്ക് ചെയ്യണം. അതിന് ടോഗിൾ ചെയ്യണം. സോ തുടക്കത്തിൽ തന്നെ ഈവൻ നമ്പറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു, ഫോർ I in range 2, 501. എന്തുകൊണ്ടാണ് 501 കൊടുത്തത്? റേഞ്ച് ഫംഗ്ഷൻ നമുക്കറിയാം. 501 കൊടുത്തു കഴിഞ്ഞാൽ it will generate the sequence up to 500. Start from 2 and up to 500. ഓരോ ബൾബിൻ്റെയും സ്റ്റാറ്റസ് 1 by 1 ആയിട്ട് എടുത്ത് അത് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇന്നർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഫോർ J in range സ്റ്റാർട്ട് ഫ്രം I, end 501, സ്റ്റെപ്പ് സൈസ് എന്താണ് അവിടെ? I തന്നെയല്ലേ സ്റ്റെപ്പ് സൈസ്, അപ്പോൾ I. അപ്പോൾ ബൈ ഡീഫോൾട്ട് സ്റ്റെപ്പ് സൈസ് 1 ആയിരിക്കും. ഞാൻ ഇവിടെ സ്റ്റെപ്പ് സൈസ് I കൊടുത്തു. അതായത് ഐയുടെ വാല്യൂ 2 വരുമ്പോൾ സ്റ്റെപ്പ് സൈസ് 2 ആണ്. ഐയുടെ വാല്യൂ 3 വരുമ്പോഴോ സ്റ്റെപ്പ് സൈസ് 3 ആണ്. സോ ഓൺ. ദെൻ അതിനകത്ത് ബൾബിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാണ്. ബൾബ്സ് J-1. എന്തുകൊണ്ടാണ് J-1 എന്ന് കൊടുത്തത്? അവിടെ ഇൻഡെക്സ് സ്റ്റാർട്ട്സ് ഫ്രം 0 അല്ലേ? അപ്പോൾ ആക്ച്വൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് J-1 എന്ന് കൊടുത്തത്. ഈക്വൽ ടു അതിന് ടോഗിൾ ചെയ്യണം. അപ്പോൾ ടോഗിൾ ചെയ്യാനായിട്ടുള്ള കീവേഡ് ഇതാണ്, ഇൻവെർട്ട് ചെയ്യുക, നോട്ട്. സോ ദ നോട്ട് കീവേഡ് ഈസ് യൂസ് ഫോർ ദ ഇൻവെർട്ടിംഗ് ദ കറണ്ട് സ്റ്റാറ്റസ്. സോ നോട്ട് ബൾബ്സ് J-1. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് ആക്കണം, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആക്കണം. ഇൻവെർട്ട് ചെയ്യാനായിട്ടാണ് ആ ഒരു നോട്ട് ഓപ്പറേറ്റർ കൊടുത്തിരിക്കുന്നത്. സോ അവിടെ ടോഗിൾ ചെയ്യും. ദെൻ സ്റ്റെപ്പ് 3, ഫൈനൽ സ്റ്റെപ്പ് ഇതാണ്. ട്രൂ വരുന്ന ഇൻഡെക്സ് മാത്രം പിക്ക് ചെയ്യണം. അത് മാത്രം പിക്ക് ചെയ്ത് അപ്പൻഡ് ചെയ്തു ആ ഗ്ലോയിങ് ബൾബ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ആഡ് ചെയ്ത് പോവുകയാണ്. ട്രൂ വരുന്ന കേസസ് മാത്രം പിക്ക് ചെയ്ത് അപ്പൻഡ് ചെയ്തു. ദെൻ അത് റിട്ടേൺ ചെയ്യുന്നു. ആ ഒരു ഫംഗ്ഷൻ അവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഗ്ലോയിങ് ബൾബ്സ് മാത്രം പിക്ക് ചെയ്ത് റിട്ടേൺ ചെയ്യുകയാണ്. ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലോയിങ് ബൾബ്സ് ഈക്വൽ ടു ഫൈൻഡ് ഗ്ലോയിങ് ബൾബ്സ്. ആ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ തന്നെ വരും. ആ ഒരു ഗ്ലോയിങ് ബൾബ്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ വരും. സോ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്ക് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാം, ബൾബ്സ് ദാറ്റ് റിമൈൻ ഓൺ ഗ്ലോയിങ് ബൾബ്സ്. എന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാണ് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് അൽഗോരിതം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. തനിയെ ഒന്ന് കോഡ് ചെയ്ത് നോക്കുക. എറേഴ്സ് വന്നോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ചെറിയ സിൻടാക്സ് എറർ അല്ലെങ്കിൽ ലോജിക്കൽ എറേഴ്സ് ഇത് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ചെറിയ ചെറിയ തെറ്റാണെങ്കിൽ കൂടി നിങ്ങൾ കറക്റ്റായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലോജിക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അൽഗോരിതം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടും. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി വരുന്ന സെഷൻസിൽ ഞാൻ ആഡ് ചെയ്യാം. താങ്ക് യു.